ഹായ് കൂട്ടുകാരെ, പുളിയാറില കൊണ്ടുള്ള ഒരു മോര് കാച്ചിയതാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. വീട്ടുവളപ്പിൽ ഒരു പുളിയാറില ചെടിയുള്ളത് നമുക്ക് വളരെ നല്ലതാണ്. വല്ലപ്പോഴും നമുക്ക് ദഹനക്കേട് വരുമ്പോഴോ വായിൽ പുണ്ണു വരുമ്പോഴോ വയറ്റിൽ പുണ്ണു വരുമ്പോഴോ ഒക്കെ മുത്തശ്ശിമാർ അരച്ച് ഇത് മോര് കാച്ചി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തായാലും പുളിയാറിലിട്ട് മോര് കാച്ചുന്ന വിധമാണ് പരിചയപ്പെടുത്തുന്നത്. ചോറിൽ ഒഴിച്ച് നമുക്കത് കൂട്ടാം, കുടിക്കുകയും ആവാം. കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പാണ്, നല്ലൊരു സുഖമാണ്. പൈൽസ് സംബന്ധമായ അസുഖമുള്ളവർക്കും ഇത് വളരെ നല്ലതാണ്. വയറിന് അസ്വസ്ഥതയുള്ളവർക്ക്, ഗ്യാസ് ഉള്ളവർക്ക്, നെഞ്ചരിച്ചിലുള്ളവർക്കൊക്കെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഞാൻ ഉപയോഗിക്കുന്നതാണ് ഇത്. മാസത്തിൽ ഒരു തവണ ഇത് കഴിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് കർക്കിടക മാസത്തിലൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ശുദ്ധമായ പശുവിൻ പാലിൽ തീർത്ത കട്ടത്തൈരാണിത്. ഇത് നെയ്യ് നീക്കി മോരാക്കി എടുക്കണം. ഒരു ഗ്ലാസ് മോരേ എനിക്ക് വേണ്ടൂ. ഇതാണ് പുളിയാറില, മൂവില. അതിനിടയിൽ ഓരോ കീറുണ്ട്. നല്ല ഭംഗിയാണ് ഈ ചെടിയെ കാണാൻ. ചെറിയ ചെടികളാണ്, നിലത്തിങ്ങനെ പടർന്ന് വളരും. ചട്ടിയിലും വെക്കാം. ചട്ടിയിൽ വെച്ചാൽ നല്ല ഭംഗിയാണ്. നമുക്ക് അലങ്കാര ചെടിയായി വളർത്തുകയും ചെയ്യാം. ഞാനിവിടെ തൊടിയിൽ ഇത് നിറയെ വളർത്തിയിട്ടുണ്ട്. ഔഷധ ചെടിയാണല്ലോ. ഇത് സമൂലമാണ് ഞാൻ പറിച്ചെടുത്തുള്ളത്. ഇനി ഇത് നല്ലപോലെ കഴുകി വേരോടുകൂടി അരച്ചെടുക്കാൻ വളരെ കുറച്ച് മതി. 2 ചെടി മതിയാകും. ഒരു ഗ്ലാസ് മോരെ കാച്ചുന്നുള്ളൂ. അത് 3-4 തവണയായിട്ട് നമുക്ക് കുടിക്കാം. ചോറ് കൊടുത്തുവിടാനും നല്ലതാണ് കുട്ടികൾക്ക്. ഇതാ നല്ല പോലെ നമുക്കിതൊന്ന് കഴുകിയെടുത്ത് അരച്ചെടുക്കണം മിക്സിയിൽ. മണ്ണൊന്നും പാടില്ല, നന്നായിട്ട് തന്നെ കഴുകണം. ഇനി മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്ക് ചെറിയ ഒരു തണ്ട് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. നാടൻ ഇഞ്ചി, തൊടിയിലുണ്ടായത്. പുളിയാരല വേരോട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് രുചിക്കുള്ളതാണ്. രക്തസമ്മർദ്ദം ഉള്ള രോഗികൾ അത് ഉപയോഗിക്കേണ്ട, ഉപ്പ് ഉപയോഗിക്കേണ്ട. ഇപ്പോൾ ഇതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ നാടൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മഞ്ഞ കളർ കിട്ടാനാണ്. ഇനി 1 ഗ്ലാസ് അളവിൽ മോര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല കൊഴുത്ത മോരാണ്. ഇനി ഇത് നല്ലപോലെ അരച്ചെടുത്ത ശേഷം നമുക്ക് കാച്ചിയെടുക്കാം. മൺചട്ടിയിലാണ് കാച്ചുന്നത്. കാരണം ഇത് ആസിഡ് ആയതുകൊണ്ട് തന്നെ മറ്റ് ലോഹപാത്രങ്ങളിൽ ചെയ്താൽ വിപരീത ഫലമാണ് ഉണ്ടാവുക. ഇനി ഇത് നല്ലപോലെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കറുവേപ്പിലയും 1/4 ടീസ്പൂൺ അളവിൽ ചെറുജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി നന്നായിട്ട് തിളച്ച് പൊന്തി വരണം. അതിൻ്റെ പച്ചമണമെല്ലാം പോയി നല്ല ഒരു മണമായി നമ്മുടെ മൂക്കിലേക്ക് അടിച്ച് കയറും. തിളച്ച് പൊന്തി വരുമ്പോൾ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ഓഫാക്കാം. ഇപ്പോൾ ഇതാ നിറം മാറിത്തുടങ്ങി, വെള്ള നിറം മാറിത്തുടങ്ങി. ഇതാ മഞ്ഞ കളറായി വന്നു തുടങ്ങി. തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് ഓഫാക്കാം. കൂടുതൽ വേണ്ടവർക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്താം. സംഭാരമായും ഇത് കുടിക്കാം. നമ്മുടെ വയറിന് നല്ല തണുപ്പാണ് ഇത് കുടിച്ചാൽ. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. തണുത്ത ശേഷം ട്രൈ ചെയ്യൂ.